ധാരാള വിചാരകുന്തളം സിംഹാസനധ്യാസനം പൂജൽ പത്ത സുഗത്വം ശിശ്വാസോദ്യം നീലക്ഷമോസം നവീന ജലതശ്യാമം പ്രഭാസത്യക സ്പായൽ പാർശ്വകം സുരക്ത സകലാകൽപ്പം സ്മരേദ്യാരികം ഭൂതനാഥസുദാനന്ദ സർവഭൂതദയാപര രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമ. എവിടെയാണോ ഒരു സങ്കല്പം അനുസരിച്ച് മഹാവിഷ്ണു മഹാദേവ ചൈതന്യം ഒരുമിച്ച് കൂടിക്കൊണ്ട് ഉള്ളതായ ഒരു ചൈതന്യം, അപ്പോൾ ഏത് അനുഗ്രഹത്തിനും കുറവ് വരുമോ? ഇല്ലല്ലോ. അപ്പോൾ ഉദ്ധനോതി ഇത് ഉത്സവം, മുകളിലേക്കുള്ള പ്രയാണം തന്നെയാണ് എന്തൊന്ന് ഉത്സവം. ഉദ്ധവൻ എന്ന് പറഞ്ഞാലും ഉത്സവം എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ഒരു സങ്കല്പം അനുസരിച്ച്, ഒരു ചരിത്രം അനുസരിച്ച് പന്തള രാജാവ് വേട്ടയാടി പമ്പതൻ തീരത്തു ചെന്നൊരിക്കൽ അവിടെ ബാലനെ കണ്ടുവെന്നും അവിടെ മഹിഷി നിഗ്രഹത്തിൽ എന്താ മഹിഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളതാളം കരതുരതുരാം ദുഷ്ടജന്തുക്കൾ അന്തം കൂടാതെ അസൂയ, കുശുമ്പ്, കുറ്റമ്പറച്ചിൽ, സകലവിധ എന്തൊക്കെ ദോഷങ്ങളുണ്ടോ ആ ദോഷങ്ങളെ പ്രത്യേകമായിട്ടുള്ള മഹിഷി നിഗ്രഹത്തിനായിട്ട് അവതരിച്ചതായ ശാസ്ത്രം. ഒരു നല്ല രീതിയിൽ കഥകളി നടന്നുകൊണ്ടിരിക്കുമ്പോഴോ അവിടെ ശബ്ദമാണ് മറ്റേതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ വളരെ ഗംഭീരമായ രീതിയിൽ എന്തെങ്കിലും ഒരു കുറവ് വേണമെന്നർത്ഥം, പരിപൂർണ്ണമാവാൻ പാടില്ല എന്നർത്ഥം. ഉത്സവങ്ങൾക്കോ എന്തെങ്കിലും ഒരു ചെറിയൊരു കുറവ് വേണം. അതുപോലെ തന്നെ എന്ത് പരിപാടി നടത്തിയാലും ശകല ഒരു കുറവ് വേണം. ഒരു പൂജ നടക്കുന്നു, പരിപൂർണ്ണമായിട്ട് ശുദ്ധാശുദ്ധികളായിട്ട് ശബരിവാരം പൂജ കഴിക്കാൻ പറ്റുമോ? ഇന്നത്തെ കാലത്ത് ഇല്ല. അപ്പം പരിപൂർണമായിട്ട് ദേഹശുദ്ധി ആത്മാരാധന അനുസരിച്ച് ഒരു പൂജ കഴിക്കുന്നത് 1.5 മണിക്കൂർ വേണം. 1.5 മണിക്കൂർ പൂജ കഴിച്ചുകൊണ്ടിരുന്നാലും നമുക്ക് സസ്പെൻഷൻ കിട്ടും. കാരണം എന്താ അറിയാമോ? ഉടനെ അടുത്ത അമ്പലത്തിലേക്ക് പോകാനുള്ള തിരക്കാം. എന്നാൽ ഇവിടെ വന്നിട്ട് പോവും വേണം. ഇവിടുത്തെ അനുഗ്രഹം കിട്ടാതെ അടുത്ത അമ്പലത്തിലേക്ക് പോകാനും വയ്യ. ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട്. ഇവിടെ വന്ന് ആദ്യം അനുഗ്രഹം കിട്ടിയില്ലെങ്കിൽ അടുത്ത ക്ഷേത്രത്തിൽ അനുഗ്രഹം കിട്ടില്ല. അത് കഴിഞ്ഞ് അടുത്ത ക്ഷേത്രത്തിൽ അനുഗ്രഹം. അപ്പോൾ എന്ത് ചെയ്യും? ഓടി ഇങ്ങോട്ട് വരും. ഓടി അല്ല ചെയ്യേണ്ട ക്ഷേത്രത്തിൽ ഉപദേവന്മാരെ തൊഴുതുകൊണ്ട് അത് ഉപദേവന്മാരെ തൃപ്തിപ്പെടുത്തിയതിന് ശേഷം പിന്നീട് അകത്തുള്ളതായ മൂർത്തിഭാവങ്ങളെ അടക്കം ഗണപതി അടക്കം തൊഴുന്നതിന് ശേഷം ആണ് ദർശനം നടത്തേണ്ടത്. ഒരു കാല് കുത്തി ഇവിടുത്തെ ശാസ്ത്രാചാര്യനും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു കാല് താഴെ കുത്തി നിന്ന് ഇടത്തെ കയ്യ് ഭഗവാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് മറ്റേ കയ്യ് താഴെ കുത്തിക്കൊണ്ട് ഇരിക്കുന്നതായ ഒരു ശാസ്താമൂർത്തി വളരെ അപൂർവമാണ്. ഇവിടെ അടുത്തുള്ളത് ഒരു 5 മൂർത്തി ക്ഷേത്രമുണ്ട് ഇവിടെ പൂപ്പാനി അടുത്ത്, കുറുപ്പുമണിയിൽ തിരിഞ്ഞു പോയാൽ. അതുപോലെ തന്നെയാണ് പെരുമ്പാവൂരമ്പലത്തിലെ ശാസ്താവും. അങ്ങനെ വളരെ റെയറാണ് 2 ബിംബങ്ങളും എന്നർത്ഥം. ജടയോടുകൂടി തന്നെ ജട അയച്ചിട്ടുള്ളതായ പെരുമ്പാവൂരമ്പലത്തിലെ ശാസ്താവ് ഒരു കയ്യ് കുത്തി മറ്റേ കയ്യോ നിവർന്നിരുന്നു കൊണ്ട് സുസ്മേരവദനായി അനുഗ്രഹിക്കുന്നതായ പെരുമ്പാവൂരമ്പലത്തിലെ ശാസ്താവ്. പെരുമ്പാവൂരമ്പലത്തിലെ പ്രത്യേകതയുണ്ട്. കൊടിയേറ്റ് ആ നിമിഷം മുതൽ ആറാട്ട് വരെ ഫുൾ ടൈം 24 hours പരിപാടിയാണ്. അവിടെ 5 മിനിറ്റും കൂടെ എടുത്തോട്ട് സമ്മതിക്കില്ല. കാരണം അടുത്ത ആൾക്കാർക്ക് പരിപാടി അവതരിപ്പിക്കണം, അവിടെ സമർപ്പിക്കണം. അങ്ങനെ പെരുമ്പാവൂരെ പ്രത്യേകത, പെരുമ്പാവൂരമ്പലത്തിലെ ഒരു കാലത്ത് മുഴുവനും ഗംഭീര ഉത്സവം നടത്തിക്കൊണ്ടിരുന്ന റയോൺസ് ഉണ്ടായിരുന്ന സ്ഥലത്ത് അവിടുത്തെ ജയറാമിൻ്റെ മുൻ തലമുറകളടക്കം അവിടെയുള്ളതായ തമിഴ് ബ്രാഹ്മണർ ഗംഭീരമായ രീതിയിൽ 7 ആന ഉത്സവം നടത്തിയിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. റയോൺസ് ഉണ്ടായിരുന്ന കാലത്ത് ചെറിയ വിളക്ക് മുതൽ വലിയ വിളക്ക് അടക്കം ആറാട്ടിനടക്കം ആയിരക്കണക്കിന് തമിഴ് ബ്രാഹ്മണർ സ്വാമിയെ ശരണമയ്യപ്പ എന്നും തമിഴ് രീതിയിലുള്ള കീർത്തനങ്ങളും ഭജനയും നൽകിക്കൊണ്ടിരുന്നതായ ഒരു കാലഘട്ടം പെരുമ്പാവൂരുണ്ടായിരുന്നു. അതിനുശേഷം ചില ലോപങ്ങൾ വന്നു, റയോൺസ് നിർത്തി. എന്നിരുന്നാൽ പോലും പിന്നീടും വർഷങ്ങൾ അവിടെ തമിഴ് സഹോദരന്മാർ അവിടെ ഉണ്ടായിരുന്നു. പെരുമ്പാവൂരമ്പലത്തിൻ്റെ അടുത്ത് നടക്കുന്ന ഏറ്റവും വലിയ ശ്രീരാമ ഭജനമഠത്തിൽ നടക്കുന്നതായ ശാസ്താപ്രീതി, ഗംഭീരമായി ഭഗവാന് നിവേദ്യങ്ങളും പായസങ്ങളും അർപ്പിച്ചുകൊണ്ട് ശാസ്താപ്രീതി അവിടെയും ഭജന നടക്കുന്നു. അങ്ങനെ ശാസ്താവിനെ പ്രീതിപ്പെടുത്തുന്നതായ, അത് ലോകത്തെ മുഴുവൻ പ്രീതിപ്പെടുത്തുന്നതായ എന്തിനാണ് ശാസ്താവിന് കലികാലത്തിൻ്റെ പ്രത്യേകത? കലികാലത്തിൻ്റെ ശാസ്താവിന് പ്രത്യേകതയുണ്ട്. കാരണം വിദ്യാസ്വരൂപമാണ് ഒന്ന്. തിരുവള്ളക്കാവ് നമുക്കറിയാം. നാവും നാരായണവും വയ്ക്കുന്നതായ തിരുവള്ളക്കാവ് ക്ഷേത്രം അടക്കം ജ്ഞാനസ്വരൂപമാണ്. അപ്പം നമുക്കറിയാം പെരുമ്പാവൂരമ്പലത്തിലെ സ്വാമിയുടെ പ്രിയ ശിഷ്യൻ അവിടെ ഒന്നുമില്ലാത്ത കാലത്ത് ഒരു നാണയം മാത്രം സ്വാമിയുടെ പാദങ്ങളിൽ വെച്ച് പ്രശാന്ത് വർമാജി അടക്കമുള്ളവർ ഭജനസംഘം തുടങ്ങിയെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ളവർ ഞങ്ങളെയൊക്കെ പറയാറുണ്ട്. ഭാഗവത ഭ്രാന്തൻ സുഞ്ചി മാങ്കുളം, അതുപോലെ തന്നെ ഭജന ഭ്രാന്തൻ പ്രശാന്ത് വർമാജി, അങ്ങനെയൊക്കെ പലരെയും അതാണ് യഥാർത്ഥ ഭ്രാന്ത്. കേരളത്തിലെ ഏറ്റവും വലിയ ഫിലോസഫറായ ഏറ്റവും വലിയ അന്വേഷകനായിരുന്നതായ
നാറാണത്ത് തമ്പുരാനെ നമ്മൾ നാറാണത്ത് ഭ്രാന്തൻ എന്ന് വിളിച്ചെങ്കിൽ, അപ്പോൾ സാധാരണക്കാർ നോക്കുമ്പോൾ ഭ്രാന്ത് അതൊരു പ്രത്യേക തലമാണ് എന്നർത്ഥം. നിരന്തരമായി എന്തിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അത് തന്നെയായിത്തീരും. അപ്പോൾ നിരന്തരമായ രീതിയിലുള്ളതായ പെരുമ്പാവൂരമ്പലത്തിലെ ഉത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ ജംബോ ബാമ്പു അടക്കം ധാരാളം നമ്മുടെ സ്നേഹപ്രവർത്തകരടക്കം, രാജേഷ്, എൻ്റെ ജൂനിയറായിട്ട് ഇവിടുത്തെ ഐരാവരത്തെ രാജേഷ് അടക്കം, എൻ്റെ ചിറ്റ അടക്കം, നീലകണ്ഠൻ ചേട്ടനടക്കം, സന്തോഷമടക്കം നിരവധി പേര്, പിന്നീട് അവിടുത്തെ പ്രധാന ഉപാസകനായ അവിടെ നാദസ്വര വിദ്വാനായ ഉണ്ണി, അതുപോലെ തന്നെ അവിടുത്തെ തകിൽ വിദ്വാൻ ഒക്കെ നമുക്കറിയാം. എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ്, കൂട്ടുകാരാണ്, സഹോദരന്മാരാണ്. അങ്ങനെ നടക്കുന്നതായ പെരുമ്പാവൂരമ്പലത്തിലെ ഉത്സവത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുമ്പോൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു, ഒരു പണ്ടപ്പരപ്പും പരാതിയോ പറയാനുള്ളോ, പരസ്പരം കണ്ടുമുട്ടുമ്പോൾ നാലമ്പലത്തിന് പുറത്തു മാത്രം നിന്ന് സംസാരിക്കുക, അതും വേണം. എത്ര കാലമായി കണ്ടിട്ട്, എത്ര കാലമായി, ഇപ്പോൾ കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു, ശാസ്താവിൻ്റെ അനുഗ്രഹം കൊണ്ട്, പെരുമ്പാവൂരയ്യൻ്റെ അനുഗ്രഹം കൊണ്ട് എന്തൊക്കെ നേടി, ഇനി എന്തൊക്കെ നേടാനുണ്ട്, അതൊക്കെ ചർച്ച ചെയ്യാവുന്നത് നാലമ്പലത്തിന് പുറത്തു നിന്നുകൊണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലും പെരുമ്പാവൂരമ്പലത്തിലെ ചെറിയ വിളക്കിലും വലിയ വിളക്കിലും പള്ളിവേട്ടയ്ക്കും ഒക്കെ പങ്കെടുക്കാൻ സാധിച്ചു. എന്തുകൊണ്ട്? എൻ്റെ ചേട്ടനായ പ്രകാശ്, എൻ്റെ അളിയനായ NS കൃഷ്ണൻ നമ്പൂതിരി, എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ വല്യച്ഛൻ 22 കൊല്ലം അവിടെ കീശാന്തിയായിരുന്നു. വിഷ്ണു നമ്പൂതിരി പേരപ്പൻ അവിടെ 21 വർഷത്തെ കീശാന്തിയായിട്ട് ഉപാസിച്ച് മൺമറഞ്ഞു പോയ പേരപ്പൻ്റെ വിഷ്ണു നമ്പൂതിരിയുടെ, മാങ്കുളം വിഷ്ണു നമ്പൂതിരിയുടെ പാദങ്ങളിൽ. അതാണ് മാങ്കുളവും പെരുമ്പാവൂരമ്പലമായിട്ടുള്ള ബന്ധം. നിരവധി എത്ര വർഷം കഴിഞ്ഞാലും പെരുമ്പാവൂരും ശാസ്താവായിട്ടുള്ള ഞങ്ങൾക്കുള്ള ബന്ധം വിടാൻ പറ്റില്ല. കാരണം പേരപ്പൻ 22 വർഷം കീശാന്തിയായിട്ടിരുന്നു. അന്നത്തെ കാലത്ത് ഗ്യാസൊന്നുമില്ല. അന്നത്തെ കാലത്ത് അടുപ്പും കത്തിച്ച് നല്ല രീതിയിൽ ഏറ്റവും നല്ല അപ്പം എത്ര ചെന്നാലും ജയറാം അന്നത്തെ കാലത്ത് പുറകിലത്തെ തടപ്പള്ളിയിൽ വന്ന് ചോദിക്കാറുണ്ട്, തിരുമേനി 2 അപ്പം തരാവോ? ആ മെലിഞ്ഞതായ ഒരു ജയറാം, ഇപ്പോൾ ലോകത്തിൻ്റെ നെറുകയിൽ പത്മശ്രീ നേടിയ ജയറാം മാങ്കുളം കുടുംബത്തിൻ്റെ എല്ലാവിധ അർപ്പങ്ങളും പെരുമ്പാവൂരമ്പലത്തിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ പേരപ്പൻ്റെ പാദങ്ങളിൽ തന്നെ 22 വർഷം കീശാന്തിയായിരുന്നതായ വിഷ്ണു നമ്പൂതിരിയായ പേരപ്പൻ്റെ പാദങ്ങളിൽ ഈ ഉത്സവത്തിൻ്റെ പ്രാർത്ഥന മൺമറഞ്ഞുപോയ പേരപ്പൻ്റെ പാദങ്ങളിൽ തന്നെ സമർപ്പിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ.